ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് ഒരു സംഘം യുവാക്കൾ അരുമാളൂർ സ്വദേശി ബിജുവിന്റെ വീട്ടുമുറ്റത്ത് കയറി മദ്യപാനം തുടങ്ങിയത്. ഇവർ ഉച്ചത്തിൽ അസഭ്യവർഷവും കൂടുതൽ യുവാക്കളെ വിളിച്ചു വരുത്തുവാനും തുടങ്ങി. നാട്ടിലെ പ്രധാന ഗുണ്ടകളായതിനാൽ ഗൃഹനാഥൻ ആദ്യം പ്രതികരിച്ചില്ല. അസഭ്യവർഷം കനത്തതോടെ ബന്ധുക്കളായ അയൽവാസികളെ വിളിച്ചു വരുത്തി ഗുണ്ടാ സംഘത്തോട് വീട്ടുമുറ്റത്ത് നിറങ്ങാൻ ആവശ്യപ്പെട്ടു. ഇത് ഗുണ്ടാ സംഘത്തെ പ്രകോപിപ്പിച്ചു. ഗുണ്ടാ സംഘവും ഗൃഹനാഥനും തമ്മിൽ ഉന്തും തള്ളുമായി. ആദ്യം പിൻവാങ്ങിയ ഇവർ കൂടുതൽ ആളെ കൂട്ടി രാത്രി 1 മണിയോടെ വീട്ടിലെത്തി. വീണ്ടും മദ്യപാനമായി. ബിയർ കുപ്പികൾ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. വീട് തല്ലി തകർത്തു. മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനവും സംഘം തകർത്തു. ഒരു പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒരു പയ്യനെ ഞാൻ എന്റെ ബൈക്ക് കയറ്റി എന്റെ വീടിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് പ്രശ്നമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അവന്റെ ബൈക്കിൽ നിന്നാണ് അവന്റെ ചേട്ടനും വേറെ 4-5 പയ്യന്മാരുമായിട്ട് വന്നാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ബേഡ് ടീമാണ് അതെല്ലാം. ബഹളം കേട്ടെത്തിയ നാട്ടുകാരെയും സംഘം ആക്രമിച്ചു. മാരകായുധങ്ങളുമായി എത്തിയ ഗുണ്ടാ സംഘത്തെ പ്രതിരോധിക്കാൻ നാട്ടുകാർക്കും കഴിഞ്ഞില്ല. ഇവരുടെ ആക്രമണത്തിൽ വീട്ടുടമ ബിജുവിനും അയൽവാസികളായ പ്രജീഷ്, മനു എന്നിവർക്കും പരിക്കേറ്റിരുന്നു. സംഘം ഉപേക്ഷിച്ചു പോയ വടിവാളുകളും കത്തികളും പ്രദേശത്ത് നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിനിടെ ഇന്നാണ് സംഘത്തിലുൾപ്പെട്ട കണ്ടല അണപ്പാട് കൃഷ്ണപ്രഭയിൽ അർജുൻ പിടിയിലായത്. അക്രമശേഷം ഒളിവിൽ പോയ പ്രതിയെ കണ്ടലിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് നെയ്യാറ്റിൻകര പോലീസ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.